ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഡൈപോളായിരുന്നു വിശദീകരിച്ചത് അല്ലേ? ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നും ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പറഞ്ഞു. ഒരു ഡൈപോളിൽ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക് എന്ന് പറഞ്ഞു. ആ ടോർക്കിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തു അല്ലേ? ഇനി ഇവിടെ നോക്കൂ, നമ്മളൊരു ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Two equal and opposite charges separated by a small distance. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ചാർജുകളാണ് അല്ലേ? ഒരു ചാർജിന് ചുറ്റും അതിൻ്റേതായ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അത് -q ആണെങ്കിലും +q ആണെങ്കിലും. അപ്പോൾ ഒരു ഡൈപോൾ കാരണം അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപോൾ ഫീൽഡ്. ഓക്കെ, അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഡൈപോൾ ഫീൽഡ്? The electric field due to a dipole is called dipole field. Clear? Okay. ഇനി നമ്മൾ ഒരു ഡൈപോളിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമ്മൾ എങ്ങനെയാണ് വരച്ചിരുന്നത്? ഒരു +q -q ചാർജ് ആകുമ്പോൾ, ഓക്കെ, അതായത് +qയിൽ നിന്ന് അല്ലേ -qയിലേക്കാണ് ഇലക്ട്രിക് ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ഇതേ രീതിയിൽ +qയിൽ നിന്ന് -qയിലേക്ക് we can draw the electric field lines. അപ്പോൾ ഇത് എക്സാമിൽ ചോദിക്കാറുണ്ട്. ഡ്രോ ദ ഫീൽഡ് ലൈൻസ് അറൗണ്ട് എൻ ഇലക്ട്രിക് ഡൈപോൾ. അത് +q -q ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കുക. ഇനി ഇവിടെ നോക്കൂ, ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ രണ്ട് സിറ്റുവേഷനിലാണ് അത് ചെയ്യുന്നത്. ഈ രണ്ട് ചാർജുകളെ ജോയിൻ ചെയ്യുന്ന ലൈൻ, ഇവിടെ നോക്കൂ, ഈ രണ്ട് ചാർജുകളെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ നമ്മൾ വിളിക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈൻ എന്നാണ് പറയുക. ഓക്കെ, ആക്സിയൽ ലൈൻ. ഇതിന് ലംബമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു ലൈൻ, അതായത് ആക്സിയൽ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൈനെ നമ്മൾ വിളിക്കുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് പറയുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതിൽ നമ്മൾ വേറൊരു പേരും കൂടെ പറയും, ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയും കേട്ടോ. ഇക്വറ്റോറിയൽ ലൈൻ. ഓക്കെ, അതായത് വി ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ആൻഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഡെറിവേഷൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഒന്ന് ഡിറൈവ് ചെയ്യാം. പരീക്ഷയ്ക്ക് ചോദിക്കുക, ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ എന്നാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇത് നോക്കൂ, ഒരു ഡൈപോൾ -q and +q സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2l. നമുക്കിതിൻ്റെ സെൻറ്റർ പോയിന്റിന് O എന്ന് കൊടുക്കാം കേട്ടോ. O. Now consider we have to find the electric field intensity at a point on the axial line which is at a distance r from the dipole. ഫ്രം ദ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ സെൻറ്റർ ഓഫ് ദി ഡൈപോൾ ആണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് r അകലത്തിലുള്ളൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹിയർ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് +q കാരണം P എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കുന്നു. അതുപോലെ -q കാരണം P എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കുന്നു. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിയർ, വെക്റ്റർ സം എടുത്തു കഴിഞ്ഞാൽ we can get the electric field at a point on the axial line. Clear? അപ്പോൾ what is the field due to +q at the point P? എങ്ങനെ കണ്ടുപിടിക്കുക? +q at the point P അല്ലേ? E +q ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ചാർജ് +q at the point P ആണ് നമ്മൾ ചെയ്യുന്നത്.
ഇക്വേഷൻ എന്തായിരുന്നു? ഫീൽഡിനുള്ള ഇക്വേഷൻ 1/4πε0 അല്ലേ, ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മുടെ ദൂരം സ്ക്വയർ ആണ്. ഇവിടെ പ്ലസ് ക്യൂയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എന്തായിരിക്കും? ഇവിടെ നോക്കൂ, ഓയിൽ നിന്ന് പി വരെയുള്ള അകലം 6 ആണ്. അപ്പോൾ പ്ലസ് ക്യൂയിൽ നിന്ന് പി വരെയുള്ള അകലം എന്തായിരിക്കും? 6ൽ നിന്ന് എൽ കുറയ്ക്കണ്ടേ? ഇവിടെ നോക്കൂ, ഇത് 2l ആണെങ്കിൽ, ഇത് മൊത്തമായിട്ട് 2l ആണെങ്കിൽ ഈ ദൂരം എല്ലായിരിക്കും, അതുപോലെ ഈ ദൂരവും എല്ലായിരിക്കില്ലേ അല്ലേ? അപ്പോൾ പകുതിയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അപ്പോൾ r - l ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇത് എഴുതിയത് ക്ലിയർ ആയോ? ദ ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ അറ്റ് ദ പോയിന്റ് പി ഈസ് ഗിവൺ ബൈ 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r - l ഹോൾ സ്ക്വയർ. ഇക്വേഷൻ 1 എന്ന് കിട്ടും. ഇനി ആൻഡ് ഈ മൈനസ് ക്യൂ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ചാർജ് മൈനസ് ക്യൂ അറ്റ് ദ പോയിന്റ് പി എന്തായിരിക്കും വരിക അല്ലേ? ആദ്യം തന്നെ നമുക്ക് മൈനസ് ഇട്ട് വയ്ക്കാം. -1/4πε0, ആ ക്യൂ എന്നുള്ളത് നെഗറ്റീവ് ആയിരുന്നു കേട്ടോ, ആ നെഗറ്റീവാണ് ഇവിടെ ഇട്ടുള്ളത്. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ദൂരവും മൈനസ് ക്യൂയിൽ നിന്ന് പി വരെയുള്ള അകലം ഇവിടം വരെ 6 ആണ് അല്ലേ? r + l എന്നല്ലേ വരിക. അപ്പോൾ r + l ഹോൾ സ്ക്വയർ. ഇക്വേഷൻ 2 ക്ലിയർ ആയോ? ഇനി നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ എങ്ങനെ ചെയ്യാം? ആ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, therefore electric field due to dipole at a point on the axial line is equal to E plus Q plus E minus Q. ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ 1 and 2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 എന്തായിരുന്നു? 1/4πε0 Q ഡിവൈഡഡ് ബൈ r - l ഹോൾ സ്ക്വയർ അല്ലേ, മൈനസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ r + l ഹോൾ സ്ക്വയർ. ഇതല്ലേ വരിക? ഇവിടെ ഈ മൈനസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്തു. ഇനി ഇവിടെ നോക്കൂ, കോമൺ ആയിട്ടുള്ള എല്ലാം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ Q ഡിവൈഡഡ് ബൈ 4πε0 കോമൺ അല്ലേ, ഇൻറ്റു ആദ്യത്തെ ടേമിൽ എന്താ വരിക? 1 ഡിവൈഡഡ് ബൈ r - l ഹോൾ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ r + l ഹോൾ സ്ക്വയർ. എഴുതിയത് ക്ലിയർ ആയോ? ഇങ്ങനെ ഓരോ സ്റ്റെപ്പും കാണിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എക്സാമിന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതി പോവാം. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റുകൾ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ഇത് ഇങ്ങോട്ട് എടുക്കുന്നു അല്ലേ, അപ്പോൾ r + l ഹോൾ സ്ക്വയർ മൈനസ് r - l ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യട്ടെ, r + l ഹോൾ സ്ക്വയർ ഇൻറ്റു r - l ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യണം. ഇത് a + b ഹോൾ സ്ക്വയർ ഫോമിലാണ്, ഇത് a - b ഹോൾ സ്ക്വയർ ഫോമിലാണ് അല്ലേ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ നോക്കൂ, അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? a + b ഹോൾ സ്ക്വയർ എന്തായിരുന്നു ഓർമ്മയില്ലേ? a² + 2ab + b². അപ്പോൾ ഈ ആക്സിയൽ ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0. ഇനി ഈ ബ്രാക്കറ്റിലുള്ളത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ a + b ഹോൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. നോക്കൂ, r + l ഹോൾ സ്ക്വയർ a² അല്ലേ പ്ലസ് 2ab b² 2rl + l² മൈനസ് ഇത് r - l ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം ഒന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. 2rl + l².
ഇനി ഇത് നോക്കൂ, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഇത് നമുക്ക് 2 പ്രാവശ്യം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് ചെയ്യുന്ന പോലെയല്ലേ അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്തായിരുന്നു? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്തെഴുതാം? ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ അതിൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ? 2 തവണ വരുന്നത് കൊണ്ടാണ് ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ ചെയ്യുന്നത്. ഓക്കെ, നൗ മുകളിലുള്ള ടേം ഒന്ന് നമുക്ക് സോൾവ് ചെയ്യണം. മുകളിലുള്ള ടേം നോക്കൂ, ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ, എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ 2RL മൈനസ് മൈനസ് 2RL എത്ര വരിക? 4RL എന്നാണ് വരിക. അപ്പോൾ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു 4RL ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ. ക്ലിയർ? ഇനി ഇതിനെ ഒന്ന് നമ്മൾ മാറ്റി എഴുതുന്നു. അപ്പോൾ ഈസ് ഈക്വൽ ടു ആദ്യം നമുക്ക് 1/4 പൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. ഇനി ഇവിടെ 2, ഈ 4 എന്നുള്ളത് 2 × 2 ആക്കുന്നു. ഈ Q എഴുതി. ഇനി 2L എന്ന് എഴുതുന്നു, എല്ലിൻ്റെ കൂടെ 2, ദെൻ R ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Q × 2L. Q × 2L എന്തായിരുന്നു? പറയൂ. ഡൈപോൾ മൊമെൻറ്റ് അല്ലേ? പി എന്നല്ലേ അത്? ഡൈപോൾ മൊമെൻറ്റിനുള്ള ഇക്വേഷനാണത്. അപ്പോൾ നമുക്ക് ഈ ആക്സിയൽ ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 1/4 പൈ എപ്സിലോൺ 0 2 ടൈംസ് പി ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് വൺ ഓഫ് ദ ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന വൺ ഓഫ് ദി ഇക്വേഷനാണ് ഇത്. ഇനി എപ്പോഴും ഡൈപോളിൻ്റെ കേസിൽ ഒരു കണ്ടീഷൻ നമ്മൾ എപ്പോഴും പറയും. ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. അപ്പോൾ എൽ ഈസ് വെരി വെരി സ്മോൾ ദാൻ ആർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ടേമിൽ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? r⁴ ആയിട്ട് മാറില്ലേ? ഇവിടെ എല്ല് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ആർ സ്ക്വയർ ദെൻ സ്ക്വയർ, അപ്പോൾ r⁴ എന്ന് വരും. അപ്പോൾ ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു നോക്കൂ 1/4 പൈ എപ്സിലോൺ 0 2p r ഡിവൈഡഡ് ബൈ r4 അല്ലേ? r⁴. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് വെട്ടിക്കൂടെ? വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ക്യൂബ് എന്നാണ് കിട്ടുക അല്ലേ? അപ്പോൾ ക്യൂബ് എന്ന് എഴുതി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ഫൈനൽ ആൻസർ? ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ 1/4 പൈ എപ്സിലോൺ 0. വാട്ട് ഈസ് ഇക്വേഷൻ? ഇവിടെ നോക്കൂ 2p/r³ എന്നാണ് വരിക അല്ലേ? 2p ഡിവൈഡഡ് ബൈ r³. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ദി ഇലക്ട്രിക് ഡൈപോൾ. ക്ലിയർ ആയോ? ഓക്കെ, ഇതേപോലെ നമുക്ക് ഇക്വറ്റോറിയൽ ലൈനിലെ ഡെറിവേഷൻ കൂടെ ചെയ്യണം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ആക്സിയൽ ലൈനിന് ലംബമായിട്ട് വരുന്ന ലൈനിനെയാണ് ഇക്വറ്റോറിയൽ ലൈൻ ഓർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ആ ഡയഗ്രാം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റ് -q ആൻഡ് +q separated by a small distance 2L. Okay, now let it be the center of the dipole. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ കൺസിഡർ ചെയ്യുന്നു അറ്റ് എ ഡിസ്റ്റൻസ് r. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്.
ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൈനസ് ക്യൂയിൽ നിന്ന് പോയിന്റിലേക്കുള്ള അകലം അറിയണം, അതേപോലെ പ്ലസ് ക്യൂയിൽ നിന്നും പോയിന്റിലേക്കുള്ള അകലം അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? ഇനി ഇവിടെ നോക്കൂ, നമ്മുടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇതാണ് വരുന്നത് അല്ലേ? പി എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ലേ വരിക, മൈനസ് ക്യൂയിൽ നിന്ന് പ്ലസ് ക്യൂയിലേക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക കേട്ടോ. ഇത് ആറാണ് അടുത്തുള്ളത്. ഇനി നമുക്കിവിടെ പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലെറ്റർ കൊടുക്കാം. എ, ഈ പോയിന്റ് നമുക്ക് ബി എന്ന് കൊടുക്കാം അല്ലേ? ഈ പോയിന്റ് സി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുന്നു? മൈനസ് ക്യൂ കാരണം ഇവിടെയുള്ള ഫീൽഡ് കണ്ടുപിടിക്കുന്നു, പ്ലസ് ക്യൂ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ് കണ്ടുപിടിക്കുന്നു. രണ്ടും കൂടെ വെക്ടോറിയലി ആഡ് ചെയ്യുമ്പോഴാണ് we will get the electric field intensity due to dipole at a point on the equatorial line. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ബി എന്ന് പറയുന്ന പോയിന്റിൽ മൈനസ് ക്യൂ കാരണമുള്ള ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ചാർജിലേക്കല്ലേ വരിക അല്ലേ? അപ്പോൾ ഇതാണ് ഈ മൈനസ് ക്യൂ എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ. ഇനി പ്ലസ് ക്യൂ കാരണമുള്ള ഫീൽഡ് എങ്ങനെയായിരിക്കും? എപ്പോഴും ഫീൽഡ് എങ്ങനെയാ? പോസിറ്റീവ് ആണെങ്കിൽ പുറത്തോട്ട്, അപ്പോൾ ഇതിന്ന് നേരെ പുറത്തോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്ലസ് ക്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ദിസ് ഈസ് ദ റിസൾട്ടൻറ്റ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈസ് ദ ഈ ഇക്വറ്റോറിയൽ. നമുക്ക് ഈ ഇക്വറ്റോറിയൽ എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കൂ, ഈ ആംഗിൾ തീറ്റ, ഇതും തീറ്റ തന്നെയല്ലേ വരിക? ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂവിനെ ഒന്ന് റിസോൾവ് ചെയ്യുന്നു. ഈ പ്ലസ് ക്യൂവിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് ഏതാണ്? ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ അല്ലേ? മുകളിലോട്ട് വരുന്നതോ ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റ അല്ലേ? ഇനി അതേപോലെ ഇവിടുത്തെ ആംഗിളും തീറ്റ തന്നെയാണ് കേട്ടോ, തീറ്റയാണ്. അപ്പോൾ ഈ മൈനസ് ക്യൂവിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, ഇവിടെയോ താഴത്തോട്ട് വരുന്നത് ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രാം സാറ് പിന്നെ ആ മാറ്ററിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കൂ, ഡയഗ്രാം കണ്ടില്ലേ? കൃത്യമായിട്ടൊന്ന് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, സൈൻ തീറ്റ കോമ്പണൻസ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോവും. സൈൻ തീറ്റ കോമ്പണൻ്റ് ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ എന്ത് മാത്രമേ വരുന്നുള്ളൂ? കോസ് തീറ്റ കോമ്പണൻസ് മാത്രമാണ് ആഡ് ചെയ്ത് ടോട്ടൽ ഇൻറ്റൻസിറ്റിയിലേക്ക് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വാട്ട് ഈസ് ദ ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ അറ്റ് ദ പോയിന്റ് ബി, അതേപോലെ വാട്ട് ഈസ് ദ ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ അറ്റ് ദ പോയിന്റ് ബി എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ മൈനസ് ക്യൂ അറ്റ് ദ പോയിന്റ് ബി എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ അല്ലേ? ഇവിടെ മൈനസ് എന്ന് കൊടുക്കണേ, ഇവിടെ നെഗറ്റീവ് ചാർജല്ലേ പറഞ്ഞത്. അപ്പോൾ -1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ഇതല്ലേ ദൂരം എ ബി എന്നങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ എ ബി സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. ആൻഡ് പ്ലസ് ക്യൂ കാരണമുള്ള ഫീൽഡ്, ഈ പ്ലസ് ക്യൂ ഈക്വൽ ടു എന്താ വരിക? 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ബി സി സ്ക്വയർ അല്ലേ? ബി സി സ്ക്വയർ, ഇക്വേഷൻ 2. ഇനി ഈ ഡയഗ്രത്തിൽ നോക്കൂ, എ ബി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതും ഈക്വൽ അല്ലേ? ഇതൊരു ഈക്വലേറ്ററൽ ട്രയാങ്കിൾ പോലെയല്ലേ വരുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആണ്. അതായത് ഹിയർ എ ബി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ക്യൂ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ മൈനസ് ക്യൂ. രണ്ടിൻ്റെയും
മാഗ്നിറ്റ്യൂഡ്സ് എന്താണ്? തുല്യമാണ്. അപ്പോൾ ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാൽ മതി കേട്ടോ. ഈ ഇക്വേഷൻസ് എഴുതിയിട്ട് എ ബിയും ബി സിയും തുല്യമാണ്, അതുകൊണ്ട് ഈ പ്ലസ് ക്യൂയുടെ മാഗ്നിറ്റ്യൂഡും ഈ മൈനസ് ക്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡും തുല്യമായിരിക്കും. നമുക്കിതെല്ലാം ചെയ്യാനുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ദ ഇക്വറ്റോറിയൽ ലൈൻ ഫീൽഡ്. ടോട്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വറ്റോറിയൽ ലൈനിലേക്ക് കോസ് തീറ്റ കമ്പണൻസ് മാത്രമേ ആഡ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദി ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു ഏത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ? എന്താണ്? കോസ് തീറ്റ കോമ്പണൻസ് മാത്രം അല്ലേ? സൈൻ തീറ്റ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ കോസ് തീറ്റ കോമ്പണൻറ്റ് മാത്രം ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു പ്ലസ് ക്യൂയുടെയും മൈനസ് ക്യൂ കാരണമുള്ള ഫീൽഡിൻ്റെയും മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ടു 2 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? ഇത് രണ്ടും തുല്യമാണ്. അപ്പം നമുക്കിത് 2 ടൈംസ് എന്ന് എഴുതാം. ഒന്നുകിൽ പ്ലസ് ക്യൂ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മൈനസ് ക്യൂ എന്ന് കൊടുക്കാം. ക്ലിയർ ആയോ? രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് തുല്യമാണെന്ന് നേരത്തെ എഴുതിയത് കൊണ്ടാണ് 2 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ എന്ന് എഴുതിയത്. ഇനി ഇവിടെ 2 ടൈംസ് ഇ പ്ലസ് ക്യൂ അല്ലെങ്കിൽ ഇ മൈനസ് ക്യൂ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ നോക്കൂ. എന്തായിരുന്നു? 1/4πε0 അല്ലേ? ക്യൂ ഡിവൈഡഡ് ബൈ എ ബി സ്ക്വയർ ഇൻറ്റു ഇത് കോസ് തീറ്റ. ഇങ്ങനെ എഴുതണ്ടേ? ഇത് ക്ലിയർ ആയോ? 2 ഇൻറ്റു മോഡ് ഓഫ് ഇ പ്ലസ് ക്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ പ്ലസ് ക്യൂ ഇതല്ലായിരുന്നോ? 1/4πε0 ക്യൂ ബൈ എ ബി സ്ക്വയർ ദെൻ കോസ് തീറ്റ. ക്ലിയർ? ഇനി ഇവിടെ നമുക്ക് 2 ഇൻറ്റു 1/4πε0 ക്യൂ ബൈ എ ബി സ്ക്വയർ എന്താണെന്ന് ഈ ഇക്വേഷൻ ഈ ഡയഗ്രം നോക്കിയിട്ട് നമുക്ക് എഴുതണം. ഇവിടെ നോക്കൂ, ഇത് എൽ എന്നല്ലേ വരിക? ഇത് ആറാണല്ലേ? അപ്പോൾ എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ വരിക? ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്നല്ലേ വരിക? ഓക്കെ, ഇനി അതുപോലെ കോസ് തീറ്റയും ഇവിടുന്ന് കണ്ടുപിടിക്കണം. കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്കിതെങ്ങനെ എഴുതാം? ഈക്വൽ ടു ഈ ഇക്വറ്റോറിയൽ ഈക്വൽ ടു നമുക്ക് 2 ടൈംസ് ഇൻറ്റു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ഇങ്ങനെയല്ലേ വരിക? എ ബി സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ, അത് എഴുതി. ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ ഇവിടെ നിന്ന് എന്തായിരിക്കും? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഈ ട്രയാങ്കിളിൽ നിന്ന് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് എൽ ഡിവൈഡഡ് ബൈ ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരത്തെ എ ബി സ്ക്വയർ നമ്മൾ എഴുതിയിട്ടുണ്ട്, ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കിട്ടുന്നത് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയറിൻ്റെ റൂട്ടിന് നമ്മൾ 1/2 എന്നാണ് എഴുതുക കേട്ടോ. 1/2 എന്നാണ് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റേസ് ടു 1/2. ക്ലിയർ? അപ്പോൾ ഈസ് ഈക്വൽ ടു ഫൈനലായിട്ട് നമ്മൾ എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു 2 ടൈംസ് 1/4πε0 ക്യൂ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതി എന്താ വരിക? ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റേസ് ടു 3/2 എന്നാണ് വരിക കേട്ടോ. ഇവിടെ 1 എന്നുണ്ട്, ഇവിടെ 1/2 എന്നുണ്ട്. അപ്പോൾ 1 + 1/2 എന്ന് പറയുന്നത് 3/2 എന്നല്ലേ വരിക. ഇനി സാർ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുന്നു. എങ്ങനെയാണ് വരിക? 1/4πε0 ക്യൂ ഈ 2 എല്ലിൻ്റെ കൂടെ എഴുതുന്നു.
2l divided by r square plus l square is to 3/2. ഓക്കെ, ഇനി ആ q ഇൻറ്റു 2l എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞതല്ലേ, q ഇൻറ്റു 2l ഡൈപോൾ മൊമെന്റ് അല്ലേ? ഇതിന് നമുക്ക് പി എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു 1/4πε0 p ഡിവൈഡഡ് ബൈ r square plus l square is to 3/2. ക്ലിയർ? അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ ഇക്വേഷൻ. അതായത് ഡൈപോൾ ലെങ്ത്തും ദൂരവും പോയിന്റിലേക്കുള്ള അകലവും കമ്പയറബിൾ ആണെങ്കിൽ, ഏതാണ്ട് ഒരേപോലെയൊക്കെ ആണെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഇനി ഡൈപോളിൻ്റെ ലെങ്ത്ത് നമ്മുടെ ദൂരത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. ഇഫ് എൽ ഈസ് വെരി വെരി സ്മോൾ ദാൻ ആർ, അങ്ങനെയാണെങ്കിൽ ഈ താഴത്തെ ടേം ദെൻ ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈസ് ടു 3/2 എന്നുള്ളത് നമുക്ക് എന്തായിട്ട് എഴുതാം? ഇവിടെ നോക്കുക, ഈ എൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. ആർ സ്ക്വയർ ഈസ് ടു 3/2 അതെന്താ വരിക? ആർ ക്യൂബായിട്ട് മാറുന്നു. ക്ലിയർ? ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആർ ക്യൂബായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എഴുതാം. ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു 1/4πε0 p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഇതാണ് ഒരു ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഡെറിവേഷൻ ചെയ്യാൻ പഠിച്ചിരിക്കണം, ആ ഡയഗ്രാം വരയ്ക്കാൻ അറിയണം, ഡെറിവേഷൻ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ആ ഡെറിവേഷൻസ് ഒന്ന് നോക്കുക കേട്ടോ. എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് നോക്കുക, ശുദ്ധമായിട്ട് ചെയ്ത് പഠിക്കുക. ഇപ്പം നമ്മൾ രണ്ട് ഡെറിവേഷൻസും ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ, അതുപോലെ ഇക്വറ്റോറിയൽ ലൈൻ ഓർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, കിട്ടിയ ഇക്വേഷൻസ് എന്തായിരുന്നു? ആക്സിയൽ ലൈനിലെ ഇക്വേഷൻ ഈ ആക്സിയൽ ഈസ് ഈക്വൽ ടു 1/4πε0 2p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് അല്ലേ? ഇതായിരുന്നു ആക്സിയൽ ലൈനിലെ ഫീൽഡ്. Now what about equatorial line? ഈ ഇക്വറ്റോറിയൽ ഈസ് ഈക്വൽ ടു 1/4πε0 p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ, ആക്സിയൽ ലൈനിലെ ഫീൽഡും ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡും. അപ്പോൾ ഇവിടുന്ന് എക്സാംസിന് ഈ ഡെറിവേഷൻ അല്ലാതെ വേറെ രീതിയിൽ 1-2 ചോദ്യങ്ങൾ ചോദിക്കും. ഒന്ന്, ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറയും. റേഷ്യോ അതായത് ഒന്നുകിൽ ഈ ആക്സിയൽ ലൈൻ ടു ദ ഇക്വറ്റോറിയൽ ലൈൻ എന്നായിരിക്കും. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ടു ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദി ഡൈപോൾ. അപ്പോൾ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണിക്കാനാണ് ആ പറയുന്നത്. ഇവിടെ നോക്കൂ, ഈ ആക്സിയൽ ഡിവൈഡഡ് ബൈ ഈ ഇക്വറ്റോറിയൽ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 കോമൺ ആണ് അല്ലേ? p ബൈ ആർ ക്യൂബ് കോമൺ ആണ്. അപ്പോൾ എല്ലാം വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? മുകളിൽ 2 ഉണ്ട്, ഇവിടെ ഡിവൈഡഡ് ബൈ 1 അല്ലേ? ഇപ്പോൾ 2/1 എന്നാണ് വരിക. ദാറ്റ് ഈസ് റേഷ്യോ എന്ന് പറയുന്നത് ഈ ആക്സിയൽ ടു ദി ഇക്വറ്റോറിയൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ 2:1. നേരെ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 1:2. മാറിപ്പോവരുത്. ഈ ഇക്വറ്റോറിയൽ ടു ഈ ആക്സിയൽ എന്നാണെങ്കിൽ 1:2. അതുപോലെ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഈ ആക്സിയൽ എന്ന് പറയുന്നത് 2 ടൈംസ് ഈ ഇക്വറ്റോറിയൽ ഫീൽഡാണ് കേട്ടോ. ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡിൻ്റെ ഡബിളാണ് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ ലൈനിലെ ഫീൽഡ് എന്ന് പറയുന്നത് ആക്സിയൽ ലൈനിൻ്റെ പകുതി മാത്രമാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എങ്ങോട്ടാണ് ചോദിക്കുന്നത്? അതായത് ആക്സിയൽ ടു ദി ഇക്വറ്റോറിയൽ ലൈൻ എന്നുള്ള രീതിയിലാണെങ്കിൽ 2:1, ഇക്വറ്റോറിയൽ ടു ദി ആക്സിയൽ ആണെങ്കിൽ 1:2. ഇനി ഈ ആക്സിയൽ ഇക്വറ്റോറിയലിൻ്റെ എത്ര ടൈംസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈംസ്.
ഈ ഇക്വറ്റോറിയലിൻ്റെ എത്ര ടൈംസാണ് ആക്സിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ടൈംസ്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കേസിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ബാക്കി കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ അതിനു മുമ്പ് പഴയ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വീഡിയോസും കാണുക. ഓക്കെ, നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കുക. വീഡിയോസ് മുഴുവനായിട്ട് കാണുക. ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.